ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും STP മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോം തിയേറ്റർ നേരെയാക്കാനാണ്. നേരെയാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.1 ഹോം തിയേറ്റർ ആണ്. അപ്പോൾ ഇതിൽ 2 ചാനൽ, അതായത് ഓഡിയോ ഔട്ട് 2 ചാനലും ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. സബ് ഊഫറിന്റെ ചാനൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണ് വർക്ക് ചെയ്യാത്തത്, അതിന്റെ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് നോക്കണം ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം തിയേറ്ററിനകത്തെ ബോർഡ്. ഇതിൽ നമുക്ക് ഇപ്പോൾ നോർമലി എല്ലാ ഹോം തിയേറ്ററിൽ വരുന്ന മാതിരി ഇപ്പോൾ ട്രാൻസ്ഫോമർ ഇല്ല. ട്രാൻസ്ഫോമറിന് പകരം SMPS പവർ സപ്ലൈ ആണ് ഇതിൽ വരുന്നത്. 9 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോം തിയേറ്ററാണിത്. അപ്പോൾ 9 വോൾട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു SMPS യൂണിറ്റ്, ഇൻബിൽറ്റ് SMPS യൂണിറ്റ് തന്നെ ഈ ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ സബ് ഊഫറിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു IC ഉണ്ട്. ആ IC പോയിരിക്കുകയായിരുന്നു. ആ ICയുടെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ആ IC നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ IC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ IC. TEA2025B എന്ന ഒരു IC ആണിത്. ഈ IC ആണ് നമ്മൾ ഇതിൽ മാറ്റിയത്. ഇപ്പോൾ ഈ ഹോം തിയേറ്റർ വർക്കിംഗ് ആണ്. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സബ് ഊഫർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇതിൻ്റെ കേസെല്ലാം അടച്ചു കഴിഞ്ഞ് നമുക്കൊന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ 2.1 ആംപ്ലിഫയറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു IC കംപ്ലൈന്റ് ആയിരുന്നു, അതായിരുന്നു ഇതിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടുന്നതിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.